ഇത് ഏത് അമ്പലമാണെന്ന് പറയാമോ? ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. യെസ്, വെള്ളയാണി ക്ഷേത്രമാണ് കേട്ടോ. ഇന്നലെ ഞാൻ തൊഴുവങ്കോട് പോകുന്ന വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഓ ചേച്ചിയുടെ സ്ഥലത്ത് എന്തോ ഒരു അമ്പലങ്ങളാണ്, നിറയെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ നിറയെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനിങ്ങനെ ആറ്റുകാൽ പോകുന്ന കാര്യം, പഴവങ്ങാടി, ശ്രീകണ്ഠേശ്വരം അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ പറഞ്ഞു. അപ്പോഴാണ് അവർക്കും തോന്നിയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇത്രയേറെ അമ്പലങ്ങളുണ്ടല്ലോ എന്ന്. ശരിയല്ലേ? നമ്മുടെ ട്രിവാൻഡ്രത്ത് എന്തോരം ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുള്ളത്. അതിൽ വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിളും നമ്മുടെ നാട്ടിലാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. തിരുപ്പതിയും പറയുന്നുണ്ട് വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റ് കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ വന്ന ശേഷം വേൾഡിലെ റിച്ചസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതിലെനിക്കൊന്ന് പൊടിക്ക് അഹങ്കരിക്കാം അല്ലേ, ഒരു തിരുവനന്തപുരംകാരി, പത്മനാഭൻ്റെ മണ്ണിലുള്ളവളാണെന്നുള്ളൊരു ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല എന്താണെന്നറിയോ? മാർച്ച് 13 നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല. അതും ഭയങ്കര ഫേമസ് അല്ലേ? ഓരോ വർഷവും പൊങ്കാല ഇടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അഹങ്കരിക്കാം അല്ലേ, ഒരു തിരുവനന്തപുരംകാരി എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അഹങ്കരിക്കാം. ഇപ്പോൾ ഞാനിതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാനിത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടപ്പോൾ എന്തായാലും കള്ളിക്കാട് പോകുന്ന വഴി ഇതല്ല എന്നുള്ളത് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. പിന്നെ ഞാനൊരു ക്ലൂ കൂടെ തന്നില്ലേ, വെള്ളയാണി അമ്പലം കാണിച്ചു തന്നില്ലേ, അപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അതെ, ഞങ്ങൾ വെള്ളയാണിയിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ, കരിമീനോ താറാവോ ഒക്കെ വാങ്ങാനായിരിക്കും. ഇന്നിപ്പോൾ താറാവല്ല വാങ്ങാൻ പോകുന്നത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പിടക്കണ കരിമീൻ വാങ്ങാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ ചീരയും പടവലങ്ങ, പാവയ്ക്കൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട്, ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് കിറ്റക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കൃഷി എടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കടകളുണ്ട്, അവിടെയൊക്കെ വച്ചേക്കാറുണ്ട്. അവിടെ പിന്നെ കംപ്ലീറ്റ്ലി അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഈ വയലിലുള്ള സാധനങ്ങളൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഈ വയലിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നത്. അപ്പോൾ മീൻ വാങ്ങിയിട്ട് വന്ന് തിരിച്ച് വരുമ്പോഴേക്കും ഈ പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ മീൻ വാങ്ങാൻ പോവുകയാണേ. മീൻ വാങ്ങുന്നത് നമ്മുടെ വെള്ളായണി സഹകരണ സംഘം, അങ്ങനെ അവരുടെ ഒരു ഇതാണ് കേട്ടോ. അത് ഈ കായലിൻ്റെ സൈഡിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ്, അവർക്ക് കുഞ്ഞു കടയുണ്ട്, അവിടെ ഉണ്ടാവാറ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്, അതിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഫുൾ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കായലിൻ്റെ സൈഡിലായിരിക്കും മീൻ നിൽക്കാറ്. ആ ലോറിയൊക്കെ കിടക്കുന്ന അവിടെ ആയിരിക്കും മീനിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പക്ഷെ പണി നടക്കുന്നത് കൊണ്ട് അവരുടെ ആ ഒരു കുഞ്ഞു കടയിൽ വെച്ചാണ് അവർ വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടു, കടയിലാണ് വിൽക്കുന്നതെന്ന് കണ്ടു. പക്ഷേ ആ ഒരു ക്ലോസ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞു കടയാണ് ഇവിടെയാണുള്ളത്. വെള്ളയാണി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ എന്തോ ആണ് കേട്ടോ, കാക്കാമൂല. ഞാൻ സഹകരണ സംഘം എന്ന് എഴുതി. എന്തായാലും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അവരുടെയാണ്. വന്നപ്പോൾ തന്നെ നമ്മൾ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ പുള്ളി വിളിക്കും. നമ്മൾ കരിമീൻ മാത്രമാണ് അങ്ങനെ വാങ്ങുന്നത്. മറ്റു മീനുകളൊക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ട്. നമുക്കിഷ്ടം കരിമീനാണ്, മറ്റൊന്നും അത്രയും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് രാവിലെ ശ്രീജിത്തിനെ വിളിച്ചിട്ട് കരിമീൻ വാങ്ങാൻ വരും, ഉണ്ടാവും എന്ന് വെച്ച് പറഞ്ഞു. ഉണ്ടാവും, ഇല്ലെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടാവും, വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നല്ല പിടക്കണ മീൻ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് പിടയ്ക്കുന്നില്ല, ചെറുതായിട്ട് പിടയ്ക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വായൊക്കെ തുറന്ന് നല്ല രീതിയിൽ പിടച്ചുകൊണ്ടിരുന്നതാണ്. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ പിടയ്ക്കുന്നില്ല. എന്തായാലും നല്ല ഫ്രഷ് മീനാണ്, നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് വാങ്ങുന്നതാണ്. എപ്പോൾ വന്നാലും ഇങ്ങനെ പിടയ്ക്കുന്ന മീനുകളുണ്ടാവും. ഇതിൽ എല്ലാ മീനുകളും പിടയ്ക്കുന്നതാണ്. കായലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരും, വാങ്ങും, ആൾക്കാർ പോവും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കിറ്റിൽ കുഞ്ഞ് കരിമീൻ ഉണ്ടായിരുന്നു. 100 രൂപയുള്ളൂ, ഒരു 4-5 വരും കേട്ടോ. 4-5 വരും. 100 രൂപയുള്ള വേണമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ പറഞ്ഞു, അല്ലെങ്കിൽ വാങ്ങാം അല്ലേ, വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ, അല്ലെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ്റെ നിന്ന് കുഞ്ഞ് കരിമീൻ കേട്ടോ, ഒരുപാട് ചെറുതല്ല ഒരുപാട് വലുതും അല്ലാത്ത കുഞ്ഞ് കരിമീൻ, അതവിടെ എടുക്കത്തില്ല. ഈ ചേട്ടൻ കായലിൽ നിന്ന് പിടിച്ചിട്ട് വന്ന് അവിടെ കൊടുത്തതാണ്, ഷോപ്പിൽ കൊടുത്തു. അപ്പോൾ തീരെ കുഞ്ഞായതുകൊണ്ട് അവരവിടെ എടുക്കത്തില്ല. അതുകൊണ്ട് ചേട്ടൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് തിരിച്ചതേ നമ്മൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ആ കടയിലേക്ക് വന്നു. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി കേട്ടോ. ദേ ഇവിടെ നോക്കിയപ്പോൾ ഫുൾ തമിഴ്നാട് പച്ചക്കറി. ഇതൊന്നും എന്തായാലും നമ്മുടെ വയലിൽ നിന്ന് പറിച്ചെടുത്ത് വന്നതല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിയില്ല കേട്ടോ അവിടെ നിന്ന്. പിന്നെ നേരെ പോയപ്പോൾ വെള്ളയാണി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൻറ്റി ഇങ്ങനെ പാവയ്ക്കയും ചീരയൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. പാവയ്ക്ക് നല്ല കണ്ടിട്ട് കൊള്ളാൻ തോന്നി, നല്ല നാടൻ പാവയ്ക്ക പോലെ തോന്നിയത് കൊണ്ട് ആ പാവയ്ക്ക വാങ്ങി. പിന്നെ പടവലങ്ങയൊക്കെ ഇവിടെ വേറെ നിറയെ കടകളുണ്ട്, അവിടെയൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലായിടത്തും പടവലങ്ങയാണ് കൂടുതലുള്ളത്.
പടവലങ്ങ കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകം കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പാവയ്ക്ക് മാത്രം വാങ്ങിയിട്ട് നമ്മൾ ആ വെള്ളായണി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റോഡ് കിടപ്പുണ്ട്. ആ റോഡിലേക്ക് കയറിയതേ നമ്മുടെ കിരീടം പാലമുള്ള സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ ഈ ചേട്ടൻ്റെ കടയിലാണ് വന്നത്. അപ്പോൾ ഇതാണ് കിരീടം പാലം, നമ്മുടെ കിരീടം ഫിലിമിലൊക്കെ ഉള്ള പാലം, ഫേമസ് പാലം, വെള്ളയാണി കിരീടം പാലം. ഓക്കെ, അവിടെയാണ് വന്നത്. അവിടെ ഈ ചേട്ടൻ്റെ കടയിൽ വന്നത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഈ ചേട്ടൻ്റെ കടയിൽ നാടൻ കോഴിമുട്ട, താറാമുട്ടയൊക്കെ പുഴുങ്ങി ഇങ്ങനെ വെച്ചിരിക്കും. അത് നമ്മുടെ തോട് പൊളിച്ച് ചേട്ടൻ മറ്റേ മുളകും ഉപ്പുമൊക്കെ മിക്സ് ചെയ്തൊരു പൊടി ഉണ്ടാക്കി വെച്ചിരിക്കും. അത് അതിൽ വേണമെങ്കിൽ തട്ടിത്തരും, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കും, ആവശ്യമുള്ളവർക്ക് വന്നെടുത്ത് കഴിക്കാം. സ്ഥിരം ഇവിടെയുള്ള സംഭവം തന്നെയാണ്. വൈകുന്നേരം സമയമാണ് ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഉണ്ട്, ചേട്ടൻ പറഞ്ഞ് 8 മണിയുടെ കടയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട്, പണിക്കാരുള്ളത് കൊണ്ട് ഇപ്പോൾ ചിലവാകും, ഇല്ലെങ്കിൽ വൈകുന്നേരമാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു. വൈകുന്നേരം ഇവിടെ ഉള്ളതായിട്ട് അറിയാം, രാവിലെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലായിരുന്നെങ്കിലും വന്നപ്പോഴേക്കും ചേട്ടൻ ഉണ്ടായിരുന്നു. താറാമുട്ട ഉണ്ടായിരുന്നു, നാടൻ കോഴി മുട്ട ഉണ്ടായിരുന്നു. താറാമുട്ട പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. പക്ഷേ ഏട്ടൻ ഒരു മുട്ട എടുത്തത് അത് പെട്ടെന്ന് പൊളിങ്ങി വന്നു. എൻ്റെ മുട്ട കുറച്ച് ബലമായിരുന്നു, ഏട്ടൻ്റെ മുട്ട കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിരുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. ഞാനെടുത്ത ആ മുട്ട എന്നിട്ട് ഇങ്ങനെ ഒരു നൂലെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു ആ നൂലിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നൂലിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചേട്ടൻ്റെ ആ മസാലപ്പൊടികളെല്ലാം ഇട്ട് തരുവാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, സാധാ മുളക് പൊടിയും ഉപ്പും പിന്നെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, കൊള്ളായിരുന്നു. അത് രണ്ടും കൂടി ഇങ്ങനെ നിറയെ മിക്സ് ചെയ്ത് തന്നു. എന്നിട്ട് ഇങ്ങനെ വായ്ക്കകത്ത് വെച്ചു കേട്ടോ. താറാമുട്ട ആയതുകൊണ്ട് തന്നെ ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു, എൻ്റെ വായ്ക്കകത്ത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അത് മുഴുവനെ എടുത്ത് വായ്ക്കകത്തും വെച്ച് പോയി. മുഴുവനെ മീൻസ് ആ മുട്ടയുടെ പകുതി ഫുള്ളെടുത്ത് ഞാൻ വായ്ക്കകത്തും വെച്ച് പോയി. തുപ്പാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ പതിയെ സാവകാശം അതിനെ ചവച്ച് കഴിച്ചു കേട്ടോ. നല്ല ആ മസാലയൊക്കെ ചേർന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പുഴുങ്ങിയ മുട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. അവിടെ സർബത്തും മോരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും വാങ്ങിയില്ല, മുട്ട മാത്രം മതി. പിന്നെ ഞാനൊരു നാടൻ കോഴി മുട്ടയുടെ എടുത്തു. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഒരു നാടൻ കോഴി മുട്ടയുടെ എടുത്തു. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് നാടൻ കോഴി മുട്ടയായിരുന്നു താറാമുട്ടയെക്കാട്ടി. താറാമുട്ട കുറച്ചെന്തോ എനിക്ക് ഒട്ടും ടേസ്റ്റും തോന്നിയില്ല, റബ്ബർ പോലെ ഇരിക്കും പോലെ തോന്നി. പക്ഷേ ഏട്ടൻ എടുത്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. നാടൻ കോഴി മുട്ട ഒരെണ്ണം എടുത്തുള്ളൂ. ഏട്ടൻ ഒരു താറാമുട്ട, ഞാനൊരു താറാമുട്ട, ഒരു നാടൻ കോഴി മുട്ട. ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ താറാമുട്ടയെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ കോഴി മുട്ട. ആ മുട്ടയും വാങ്ങി നേരെ കിരീടം പാലത്തിലേക്ക് വന്നു. പ്രകൃതി രമണീയത ആസ്വദിച്ച് കഴിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ താറാവുകളെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ താറാവൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ നിന്നാണ് ആ താറാവെല്ലാം വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആ താറാവെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഭയങ്കര ഭംഗിയോടെ ഞാൻ വന്ന് മുട്ട ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞാൻ പകുതി മുട്ട കഴിച്ചിട്ട് പകുതി ഏട്ടന് കൊടുക്കുകയാണ്. ഒരുപാടായ ശരിയാവില്ല കേട്ടോ. അങ്ങനെ ഏട്ടനോട് പറഞ്ഞു പകുതി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ആ പകുതി മുട്ട കഴിച്ചു കേട്ടോ. പക്ഷെ നാടൻ കോഴി മുട്ടയായിരുന്നു നല്ലത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടെല്ലാം എടുത്ത ശേഷം വീണ്ടും ആ അങ്കിളുടെ കടയിലേക്ക് പോയിട്ട് നമ്മൾ ഈ ഒരു ടീ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്ക് എടുക്കുകയാണ്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അങ്കിളുടെ കടയില്ലേ വേദയുടെ, ആ കടയിൽ ഇത് മിക്കവാറും ഉണ്ടാവാറുണ്ട്. കുഞ്ഞായതുകൊണ്ട് തന്നെ 4-5 അങ്ങനെ ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒറ്റ വാക്കേ ഉണ്ടാവത്തുള്ളൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിക്കുന്നില്ല, വേദയ്ക്ക് വേണ്ടി മാത്രമേ എടുത്തുള്ളൂ, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. കൂടുതൽ കൊണ്ടുപോയാൽ ഒരു 5 ഞാൻ എടുത്തുള്ളൂ. കൂടുതൽ കൊണ്ടുപോയാൽ അവൾ അത്രയും ഇരുന്ന് കഴിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 5 കൊതിക്കും വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. എപ്പോഴും ചേട്ടൻ്റെ കടയിൽ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ, എനിക്ക് കൊതി വന്നു. നല്ല ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കേക്ക് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് മീൻസ് എനിക്കിഷ്ടമാണ്. എന്നിട്ട് നമ്മൾ നേരെ പൈസ എല്ലാം കൊടുത്തിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ മുന്നേ കോൺക്രീറ്റ് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. നമ്മുടെ കരിമീനുമായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കരിമീൻ ഭയങ്കര ഒരു സ്മെല്ലാണ്. എത്ര ക്ലീൻ ചെയ്താലും അവിടെ ഒരു വേറൊരു സ്മെല്ലാണ്. നമ്മുടെ സാധാ കടൽ മീനിൻ്റെ ഒരു സ്മെല്ലല്ല, വേറൊരു സ്മെല്ലാണ്. ആ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളെല്ലാം ലോഷനിട്ട് നമ്മൾ കഴുകി ഇറക്കിയാൽ കൂടിയും അവിടെയൊക്കെ ഒരു ഭയങ്കര സ്മെല്ല് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് വേറെ അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ മുകളിൽ വെയിലില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, സാധനങ്ങളൊന്ന് മുകളിലോട്ട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. എന്ത് തോന്നിയിട്ടാണെന്നറിയില്ല, വീഡിയോ എല്ലാം എടുത്ത് തന്നു, സാധനങ്ങൾ മുകളിലോട്ട് വെച്ച് തന്നെ. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് ആരും ഇറങ്ങത്തില്ലല്ലോ, ഓപ്പണായിട്ട് കിടക്കുകയാണ്, സ്മെല്ലങ്ങ് പോവുകയും ചെയ്യും. മറ്റത് എല്ലാം കൂടി മൂടിക്കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ആ സ്മെല്ല് അവിടെ തന്നെ അങ്ങനെ നിൽക്കും. എത്ര ഇതായാലും എന്തോ നമുക്ക് എപ്പോഴും ഇറങ്ങുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്രയും ഇറങ്ങുന്നുണ്ടാവില്ല.
ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ പ്ലാൻ ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് സാധനങ്ങളെല്ലാം പറക്കി മുകളിലേക്ക് വരുന്നത്. എന്നാലും ഈ ഒരു സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, വീഡിയോയ്ക്ക് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അധികം സ്മെല്ല് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി ഇവിടെ അത്യാവശ്യമായിട്ടൊരു പൈപ്പും ചെയ്യണം, ഒരു ലാഡർ കൊണ്ട് ഇവിടേക്ക് ഇറങ്ങാൻ ചെയ്യണം, എങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഉടനെ തന്നെ ആ ഒരു സെറ്റപ്പ് പൈപ്പിൻ്റെ അത്യാവശ്യമുണ്ട്. ഞാൻ താഴ്ന്ന് ഓസിട്ടാണ് വെള്ളമെല്ലാം എടുത്തത്. വെള്ളമെല്ലാം എടുത്ത് സെറ്റപ്പ് ചെയ്ത് അടുത്തേക്ക് വെച്ചിരിക്കുക കേട്ടോ. കാരണം കൈയും ഇതൊന്നും കഴുകാണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, എവിടെ പിടിക്കുന്നോ അവിടെയൊക്കെ നാറും. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും കയ്യിൽ കരുതിയിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. 2 വലിയ ബക്കറ്റ് നിറയെ വെള്ളമൊക്കെ എടുത്ത് ഇവിടെയൊക്കെ കഴുകി ഇറക്കണം. ഇവിടെ ആണെങ്കിലും നമ്മൾ കഴുകി ഇറക്കിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ കരിമീൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇരിപ്പ് കണ്ട് ഇനി ആരും കമൻറ്റ് ചെയ്യേണ്ട. മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റത്തുള്ളൂ. മുന്നേ എപ്പോഴും മീൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നൂടെ എന്നുള്ള കമൻറ്റൊക്കെ കണ്ടായിരുന്നു. എനിക്ക് മീൻ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും അടക്കം ഒതുക്കൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അത് ലെഗിൻസും ചുരിദാറും ഒക്കെ ഇട്ടേക്കുന്നുണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യുകയാണ്. സാധാരണ കരിമീനൊക്കെ ഇതിൻ്റെ ആ ഒരു ചിതമ്പൽ സാധനം ഇങ്ങനെ കളഞ്ഞിട്ട് വയ്ക്കാറേ ഉള്ളൂ. ഞാനിവിടെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കാറുണ്ട്, എങ്കിലേ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ, ഒരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ നിന്നും പോവും എന്നുള്ളൊരു പേടിയും വേണ്ട. സാധാരണ ആരും ഇങ്ങനെ എടുക്കാറില്ല. പക്ഷെ അത് എടുത്തില്ലെങ്കിൽ സമാധാനമില്ല. ഞാൻ പറഞ്ഞില്ലേ, എടുക്കാനും കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ബലമാണ്. നല്ല ആരോഗ്യമുള്ളവർ പിടിച്ചാലേ ഇത് വരത്തുള്ളൂ. പിന്നെ ഇതിങ്ങനെ വഴുവഴുത്ത് ഇങ്ങനെ ഒരു സ്ലിപ്പറി പോലത്തെയാണ് അതിൻ്റെ ഒരു ആ ഒരു തോടെന്ന് പറയുന്നത്. അപ്പം നമ്മളതിനെ ഉപ്പിട്ട് പിടിക്കണം. പിടിച്ചാൽ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും കയ്യിൽ. അതുകൊണ്ട് നിറയെ ഉപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെയാണ്, കായൽ മീൻ വാങ്ങുമ്പോൾ നിറയെ ഉപ്പെടുക്കും. ഉപ്പെടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടെടുക്കും. പിന്നെ ഈ ചാമ്പലില്ലേ, ഞാൻ ഇതൊക്കെ കുറച്ച് ഫാഷനിൽ പറയുന്നത് ജാട ആയതുകൊണ്ടല്ലോ കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് പറയുന്ന രീതികൾ ഇപ്പോൾ മറ്റുള്ള നാട്ടിൽ അങ്ങനെ ആയിരിക്കില്ല. അത് ചിലപ്പോൾ തെറി വരെ ആയിരിക്കാം. നമ്മളിവിടെ ഉള്ളി തൊലിക്കുക എന്ന് പറയും. അത് നിങ്ങളുടെ നാട്ടിൽ ചില നാടുകളിൽ അത് ഭയങ്കര വലിയ തെറിയാണ്. പൊളിക്കാന്നല്ലേ പറയണം. അതുകൊണ്ടാണ് ഞാൻ ചില വാക്കുകൾ ഭയങ്കര ഒബ്സേർവ് ചെയ്ത് അതിനെ ഭയങ്കര ഒരു ജാട രീതിയിലൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്നും ഒരു പിടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ചാമ്പലെന്ന് പറയുന്നത് നമ്മുടെ തീ കത്തിച്ചിട്ട് ബാക്കി വരുന്നില്ലേ, അത് തന്നെ ആഷ്, ആ സംഭവം വെച്ചൊക്കെ പിടിച്ചാൽ മീനെ പെട്ടെന്ന് ഇങ്ങനെ തോട് പൊളിച്ചെടുക്കാൻ പറ്റും. എല്ലാമെങ്കിലും ഉപ്പിട്ട് പിടിച്ചെടുക്കണം കേട്ടോ. എന്തായാലും കുഞ്ഞും വലുതുമായിട്ട് നിറയെ മീനുകളുണ്ട്. ഇതെല്ലാം വെട്ടിക്കഴുകി എടുക്കുമ്പോൾ ഒരു സമയമാവും. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്, അതായത് മീനെല്ലാം വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ 11 മണി ഏകദേശമായി. ഇനി ഇതെല്ലാം വെട്ടിപ്പിറക്കി എടുത്തിട്ട് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഫുൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് കരുതി, എന്നിട്ട് ആവശ്യാനുസരണം മാത്രം എടുക്കാമെന്ന് കരുതി. ഇത്ര എന്തായാലും ചിലവാകത്തില്ല. എനിക്ക് സത്യമായിട്ട് ഈ കരിമീനോട് വലിയ താല്പര്യമില്ല. ഞാൻ വലിയൊരു ഫാനല്ല കരിമീൻ്റെ, എങ്കിലും കഴിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ കരിമീൻ വാങ്ങിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു മീഡിയം സൈസ് കരിമീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ഓരോന്നായിട്ട് തോട് പൊളിച്ച് അതിൻ്റെ സൈഡെല്ലാം വെട്ടിക്കളഞ്ഞു, അതിൻ്റെ അകത്തുള്ളതെല്ലാം എടുത്ത് കളഞ്ഞു, കഴുകി പറക്കി വരുമ്പോൾ എപ്പോഴാണെന്ന് അറിയത്തില്ല. ചോറായിട്ടുണ്ട്, മോരൊഴിച്ച് കറിയുണ്ട്, പിന്നെ മഷ്റൂം മെഴുക്കുമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് പാവയ്ക്ക് ഇഷ്ടമാണ്. പാവയ്ക്ക വയ്ക്കാമെന്ന് കരുതി, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇരിപ്പാണ് ഇരിക്കുന്നതെങ്കിൽ പാവയ്ക്കൊന്നും വയ്പ്പുണ്ടാവത്തില്ല. ചോറായിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി മീനിനെ കഴുകി വൃത്തിയാക്കി ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ അടുത്ത ദിവസം പല പല പരീക്ഷണങ്ങളാണ്. മപ്പാസ്, നിർവാണ, ഉള്ളിക്കൽ, അങ്ങനെയുള്ള പല പല പരീക്ഷണങ്ങളല്ല, ഞാൻ സ്ഥിരം വയ്ക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പൊള്ളിക്കുന്നതിൻ്റെ നിർവാണയുടെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് കഴിയില്ല, 2 ദിവസമെങ്കിലും എടുക്കാനുണ്ടാവും. കാരണം ഏട്ടനും വേദന തന്നെ കഴിക്കുന്നത്. എനിക്ക് ഇതിനോട് വലിയ, ഞാൻ പറഞ്ഞില്ല, താല്പര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വെച്ച് മതിയാവും. കാരണം വലിയ മീനല്ലേ, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, തീരെ കുഞ്ഞല്ല. ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങിയത് മാത്രമേ കുറച്ച് കുഞ്ഞായിട്ടുള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങിയത് ഞാൻ കരുതി മപ്പാസ് വയ്ക്കാതെ കറിയായിട്ടല്ലേ വയ്ക്കുന്നത്, അങ്ങനെ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ പല സെക്ഷനായിട്ട് ഇനി ഇതിനെ വൃത്തിയാക്കിയ ശേഷം കഴുകി ക്ലീൻ ചെയ്ത് പല സെക്ഷനായിട്ട് തിരിച്ചാലേ സംഭവം നടക്കത്തുള്ളൂ. ഒരുമിച്ച് വെച്ചാൽ വീണ്ടും നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കും, വീണ്ടും വറുക്കും, വീണ്ടും വയ്ക്കും, അപ്പോൾ മീൻ ചീത്തയായിപ്പോവും. അപ്പോൾ പല സെക്ഷനായിട്ട് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അങ്ങനെ ഞാൻ പകുതി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയുണ്ട്. തോടെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്, മീനിൻ്റെ തൊലിയെല്ലാം ഉരിച്ചെടുത്തു, അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പറയുന്നത്, എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകമെല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞാൻ ക്ലീനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാടുള്ള ജോലി കഴിഞ്ഞു കേട്ടോ. ഈ തോട് പൊളിച്ചെടുക്കുന്നതാണ് ഒരു 2 പേരുടെ പണിയുണ്ടത്. എപ്പോൾ കരിമീനും വൃത്തിയാക്കാൻ ഇറങ്ങിയാലും എൻ്റെ കൈ മുറിയും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കൈക്കൊന്നും പറ്റിയില്ല കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ.
സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നു, നൈഫ് വെച്ച് കട്ട് ചെയ്യുന്നു, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു സാധനം മാത്രം നമ്മൾ വിശ്വസിച്ച് കൊണ്ടുവന്നാൽ പോയി എടുക്കാൻ ഇനി താഴെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ സംഭവമായിട്ടാണ് വന്നത്. മുളകെല്ലാം ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. മുളകും എല്ലാം പോയി, കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ച് തുടങ്ങി കേട്ടോ. മറ്റേ എൻ്റെ എരിവെള്ളം ഉടങ്കലി മുളക് അതെല്ലാം പോയി. എല്ലാത്തിൻ്റെ വിത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ എന്ന് കരുതി. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എല്ലാം വാടി ചീത്തയായി നശിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ചീമ ഉണ്ടായിരുന്നുണ്ട്, ചീമ വെള്ളമെല്ലാം ഒഴിച്ച് രക്ഷപ്പെടുത്തി തന്നു. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ അവൾ ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ എല്ലാം നശിച്ച് പോകും. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-20 വരും തോന്നണം കേട്ടോ. ഇനി ഇതിനെ കഴുകിയെടുക്കണം. ഞാൻ ഓരോ മീനായിട്ടാണ് കഴുകിയെടുക്കുന്നത്, എങ്കിലും എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. ഒന്നാമത് നമ്മൾ ഈ ഉപ്പെല്ലാം ഇട്ട് പിടിച്ച് മീനെല്ലാം ആകെ നാശക്കോട്ടയായിട്ടിരിപ്പുണ്ടാവും. അതുകൊണ്ട് പിന്നെ നല്ല വൃത്തിക്ക് എടുത്ത് കഴുകി. പിന്നെ ഈ വയറിൻ്റെ സൈഡൊന്നും നമ്മൾ അധികം കട്ട് ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ അകത്തൊക്കെ വേസ്റ്റ് നിറയെ ഉണ്ടാവും. അതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്താലേ കാര്യം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എന്തോ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഈ അകത്തൊക്കെ ഇങ്ങനെ നല്ലതുപോലെ കഴുകണമായിട്ടാണ് ഓരോന്നായിട്ട് എടുത്ത് കഴുകണം. അപ്പോൾ ഈ 10-20 മീൻ ഓരോന്നായിട്ട് എടുത്ത് കഴുകുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ അതിന് വീണ്ടും 1 മണിക്കൂർ, അങ്ങനെ എല്ലാം കൂടി കുറച്ച് സമയം എടുത്തു കേട്ടോ. വേദയ്ക്ക് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വാങ്ങിയത്. ഫ്രിഡ്ജിലിരുന്നാലും അവൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ സ്കൂളിൽ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര മുള്ളാണ്. ഈ മീഡിയം സൈസൊക്കെ ആകുമ്പോൾ കുറച്ച് മുള്ള് കൂടുതലാണ്. അപ്പോൾ എടുത്ത് കഴിക്കണമെങ്കിൽ കുറച്ച് സമയമെല്ലാം വേണം. അതുപോലെ തന്നെ ഈ മീൻ കഴിച്ചാലും ഭയങ്കര ഒരു സ്മെല്ല് പോലെ എനിക്ക് തോന്നും. എനിക്ക് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിലും വേദ കൊണ്ടുപോകത്തില്ല, കാരണം എടുത്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറേ സമയം ഇരുന്നാലേ ഇത് കഴിച്ചെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും വേദ കൊണ്ടുപോകത്തില്ല. അപ്പോൾ വേദ സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം ഡിന്നറിനോടൊപ്പം കഴിക്കാൻ കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ വേദയ്ക്ക് ഫ്രൈ ഒക്കെ ആട്ടി എന്നോട് എന്തെന്നോ മപ്പാസോ നിർവാണ അതൊക്കെ വെക്കാൻ പറഞ്ഞു, പൊറോട്ടയൊക്കെ വാങ്ങണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദയുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഉച്ചയ്ക്ക് 2 എടുത്ത് ഫ്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഒഴിച്ചുകറി ഉണ്ട്, പിന്നെ മഷ്റൂം മെഴുക്കുവരട്ടി ഉണ്ട്. ഇനി പാവയ്ക്കൊന്നും വയ്ക്കുന്നില്ല, പാവയ്ക്കൊന്നും വയ്ക്കാനുള്ള സമയമില്ല. ഏകദേശം 12 മണിയായി. ഇതിന് കുറച്ച് സമയമെങ്കിലും പുരട്ടി വെച്ചിരുന്നാലല്ലേ അരപ്പെല്ലാം പിടിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി മീനെല്ലാം ഒന്ന് പോറി കൊടുക്കണം. ഫ്രൈ ചെയ്യാനല്ലേ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ലതുപോലെ പോറി കൊടുത്താലേ അരപ്പെല്ലാം അകത്ത് പിടിക്കത്തുള്ളൂ. ഇനി പോറിയിട്ട് വീണ്ടും ഒരു വെള്ളത്തിലൂടെ ഞാൻ കഴുകും കേട്ടോ, എങ്കിലേ സമാധാനം കിട്ടത്തുള്ളൂ. നല്ല നീറ്റായിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഇങ്ങനെ പോറിയ ശേഷം വീണ്ടും ഒന്നുകൂടെയൊക്കെ കഴുകി എടുക്കുമ്പോൾ നമ്മുടെ മീൻ റെഡിയാവും. പതിയെ കഴിച്ചാലും കുഴപ്പമില്ല, നല്ല വൃത്തിക്കും എനിക്കൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളാം അല്ലേ. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇട്ട് പിടിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കുറച്ചൊന്ന് നല്ലതുപോലെ വൃത്തിക്ക് കഴുകി എടുക്കണം. അതിൻ്റെ ഒരു ആ സ്മെല്ലൊക്കെ മാറണം. അതുകൊണ്ട് നല്ലതുപോലെ കഴുകി എടുത്താലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ കരിമീൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ വായോ. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മീനാണ്. ഇവിടെ മാർക്കറ്റിലൊക്കെ കിട്ടും, അത് ഇത്രയും ഫ്രഷ് ആയിരിക്കില്ല. ഇത് പിടയ്ക്കുന്ന മീനാണ്. മാർക്കറ്റിൽ എന്തായാലും പിടയ്ക്കുന്ന മീൻ കൊണ്ടുവരത്തില്ല, ഇത് നല്ല പിടയ്ക്കുന്ന മീനാണ്. ഞാൻ വേണമെങ്കിൽ ശ്രീജിത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവർ പോയാൽ മതി. എന്നും ഉണ്ടാവും. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻസ് ബംഗാളി ചേട്ടന്മാരെല്ലാം വന്നിട്ട് ഭയങ്കര തിരക്കാണ്. അവർ ഇതിൻ്റെ ആൾക്കാരാട്ടോ, വലിയ റോഹു കട്ട്ല അതൊക്കെ വാങ്ങിച്ചിട്ട് പോവാറുണ്ട്. കരിമീൻ അവർക്കാർക്കും വലിയ താല്പര്യമില്ല, കാരണം കരിമീൻ ഇതിപ്പോൾ 1 കിലോ 400 രൂപയേ ഉള്ളൂ. പുറത്ത് മാർക്കറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വില കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ക്ലീൻ ചെയ്ത് കിട്ടും. അവർ പിന്നെ തോടൊന്നും ഇങ്ങനെ പൊളിച്ചെടുക്കത്തില്ല, ചിതമ്പൽ മാത്രം മാറ്റിയെടുക്കത്തേ ഉള്ളൂ. ഇത് വീട്ടിൽ കൊണ്ടുവന്ന പണിയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും ക്ലീൻ ചെയ്ത് വെച്ചാൽ 2 ദിവസം മീൻ വാങ്ങണ്ട, 2 ദിവസത്തേക്ക് ഇനി മീൻ വൃത്തിയാക്കണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. അങ്ങനെ മീൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോക്സിലേക്ക് ഞാൻ മാറ്റുകയാണ്. മപ്പാസ്, നിർവാണ, പൊള്ളിക്കൽ, ഫ്രൈ, അങ്ങനെ പല വിധത്തിൽ. പാവയ്ക്ക ഞാൻ വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ്, പക്ഷേ വയ്ക്കുന്നില്ല, എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഇനി എല്ലാത്തിനും കൂടി വറുക്കാനായിട്ട് മസാല ഏതിപ്പോൾ വെച്ചാലും വറുത്തിട്ടല്ലേ വയ്ക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിനും കൂടി ഒരുമിച്ച് മസാല എടുക്കുകയാണ്. പൊള്ളിക്കാനായാലും നിർവാണം ഉണ്ടാക്കാനായാലും മപ്പാസിനും ഈ ഫ്രൈ ചെയ്തിട്ടാണ് മപ്പാസ് വയ്ക്കുന്നത്. പക്ഷെ ഞാൻ മപ്പാസിന് കുറച്ച് മസാല മതി, അതുകൊണ്ട് അതിനെ അങ്ങ് പ്രത്യേകം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ അടിച്ചപ്പോഴേക്കും ലൈറ്റ് ഇതാവുന്നത് കണ്ടോ. അത് നമുക്ക് കറണ്ടില്ല, ഇൻവെർട്ടറിലാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൽ മിക്സി ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. അതുകൊണ്ടാണ് മിന്നി കത്തിയതേ. അങ്ങനെ ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ ലേശം മല്ലിപ്പൊടിയും
ലേശം ഉലുവാപ്പൊടി ഇടും കേട്ടോ, എങ്കിലേ എനിക്ക് ഫിഷ് ഫ്രൈക്ക് ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആരും ഇടത്തുണ്ടാവില്ല, ചിലരൊക്കെ ഇടുമായിരിക്കും. പക്ഷേ കൂടുതൽ പേരും ഈ ഉലുവ മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല. എൻ്റെ അമ്മ ഇടത്തില്ല, കള്ളിക്കാട് അമ്മയൊന്നും ഇടത്തില്ല. പക്ഷെ ഞാനിടും. അതിടുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. ഞാനിവിടെ ഏത് മീൻ വാങ്ങിയാലും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ശകലം ഇടുള്ളൂ. ഉലുവയും ഒരു പേരിന് വേണ്ടി മാത്രമേ ഇടത്തുള്ളൂ. കുരുമുളക് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഡോബിയോ വർക്കിന് ഇറക്കിയിട്ടില്ല. കാരണം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡോബിക്ക് കൊടുത്താൽ അത് ക്ലീൻ ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ കിച്ചണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വേസ്റ്റോ പൊടിയൊക്കെ വീണാൽ വീണ്ടും വൃത്തികേടാവും. അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേ ഡോബിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആകെ കൂടി ഇന്ന് ഒരുപാട് ലേറ്റായി. 12:30 മണിയായിട്ട് ഞാൻ ഈ സാധനം പുരട്ടി വെച്ചപ്പോൾ 1:15 ആയപ്പോൾ ഞാൻ പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടു. ഇവിടെ 1 മണി 1:30 മണി 12:30 ആ സമയത്തൊക്കെ ലഞ്ച് കഴിച്ചിരിക്കും. അപ്പോൾ ഞാനായിട്ട് അതിനൊരു സമയതാമസം വേണ്ടാന്ന് എഴുതിയിട്ട് കുറച്ച് നാരങ്ങ നീരെല്ലാം ഒഴിച്ച് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് 1:15 1/4 മണിക്കൂർ നേരം വെച്ച ശേഷം വീണ്ടും ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ട് കേട്ടോ. ഞാൻ കുളിച്ചില്ല നനച്ചില്ല, എന്നെ നാറിയിട്ട് പാടില്ല കേട്ടോ ഈ മീനിൻ്റെ സ്മെല്ല്. എനിക്കാണെങ്കിൽ അങ്ങ് ആകെ കൂടെ ഒരുമാതിരി, കിച്ചണും ആകെ വൃത്തികേടായിട്ട് കിടക്കണം. ഇതെല്ലാം വൃത്തിയാക്കാണ്ട് പോകാൻ പറ്റത്തില്ല. രാവിലെ വേദേ സ്കൂളിൽ വിട്ടിട്ട് അതേപാട് അങ്ങ് ഇറങ്ങി പോയതാട്ടോ. കിച്ചണൊന്നും ക്ലീൻ ചെയ്യാണ്ട് മീൻ വാങ്ങാനായിട്ട് പോയതാണ്. വീഡിയോയുടെ എടുക്കുന്നതിന് കരുതിയാട്ടോ ഞാൻ കൂടെ പോയത്, അല്ലെങ്കിൽ ഏട്ടൻ വാങ്ങിയിട്ട് വന്നേനെ. അപ്പോൾ അപ്പോഴേ മുതൽ കിച്ചണൊക്കെ വൃത്തികേടായിട്ട് കിടക്കുക കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനിതെല്ലാം ഒതുക്കി പറക്കി വയ്ക്കുകയാണ്. ഇതടുത്ത നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു സ്റ്റെപ്പ് ഞാൻ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇവിടെ കിച്ചണെല്ലാം ഒതുക്കിയ ശേഷമാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടത്. എന്നിട്ട് ഫിഷെല്ലാം ഫ്രൈ ചെയ്തു, ഊണെല്ലാം കൂട്ടി കഴിച്ചു. ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വിശന്ന് പോയി. 2 ഫിഷ് ഇട്ടുള്ളൂ, ഒരു വലുതും ഒരു മീഡിയം സൈസും. വലുത് ഞാൻ കഴിച്ചു, വലുത് ഏട്ടൻ കഴിച്ചു, മീഡിയം സൈസ് ഞാൻ കഴിച്ചു. തിരിഞ്ഞു പോയി. വലുത് ഏട്ടൻ കഴിച്ചു, മീഡിയം സൈസ് ഞാൻ കഴിച്ചു. ഒഴിച്ച് കറി ഉണ്ടായിരുന്നു, മഷ്റൂം കറി ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഊണിനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി വൈകുന്നേരം വേദ വന്നിട്ട് ഫിഷ് നിർവ്വാണ വേണമെന്ന് പറഞ്ഞു. അതെല്ലാം ഉണ്ടാക്കി പൊറോട്ടയൊക്കെ വാങ്ങി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. നിർവ്വാണയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നോക്കിയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.